നമസ്കാരം. ഇന്ന് 18/2/2025. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തെ ഇലക്ഷൻ ഫലം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഡൽഹി ഇലക്ഷൻ BJP വലിയ തോതിൽ 48 സീറ്റോടുകൂടി തൂത്തുവാരി. അതിനുശേഷം നടന്ന ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പ്, അതിലും BJP അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വലിയ വിജയം നേടി. ഇതാ ഗുജറാത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ, അതിലും ആ പാർട്ടി അത്ഭുതകരമായ വിജയം നേടിയിരിക്കുകയാണ്. തൂത്തുവാരുക എന്ന് പറഞ്ഞാൽ അക്ഷരം പ്രതി ഇത് ഇങ്ങനെയായിരിക്കും തൂത്തുവാരുക. അപ്പോ ഗുജറാത്ത് പിടിക്കുമെന്ന് കുറച്ചു കാലമായിട്ടുള്ള കോൺഗ്രസിന്റെ വാദങ്ങൾ ഇനി അടുത്ത കാലത്തൊന്നും പൂവണിയാൻ പോകുന്നില്ല. ആം ആദ്മി പാർട്ടി അത്ര സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, അത് സാധിക്കില്ല എന്നാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ നടന്ന ആ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മുടെ പഞ്ചായത്ത് തലം പോലുള്ള ആ ഒരു ലോക്കൽ ബോഡിയിൽ 1912 വാർഡിൽ 1402 വാർഡുകൾ BJP നേടി. സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും കൂടി 236 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. കോൺഗ്രസിനാവട്ടെ 260 സീറ്റാണ്. അതുപോലെ തന്നെ 68 മുനിസിപ്പാലിറ്റികളിൽ 57 BJP നേടി. ഒരു മുനിസിപ്പാലിറ്റി മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത്. സമാജ്വാദി പാർട്ടി 2, മറ്റുള്ളവർ 3. അവിടെയും മുനിസിപ്പാലിറ്റികളിലും BJP വലിയ വിജയം നേടിയിരിക്കുകയാണ്. അതുപോലെ താലൂക്ക് പഞ്ചായത്തുകളിൽ നിന്നുള്ള 78 സീറ്റുകളിൽ BJP 55ഉം കോൺഗ്രസ് 17ഉം മറ്റുള്ളവർ 6 സീറ്റും നേടി. എല്ലാ മുനിസിപ്പാലിറ്റി ലോക്കൽ ബോഡിയിൽ ഇലക്ഷൻ നടന്നിട്ടില്ല, കുറച്ച് സ്ഥലത്ത് മാത്രമാണ് നടന്നത്. അത് തന്നെ വലിയ രീതിയിൽ BJP വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. നോക്കൂ, ആ പാർട്ടിയെ വോട്ടിംഗ് മെഷീൻ ടാമ്പറിംഗ് എന്ന് പറഞ്ഞ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമോ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അതിന്റെ കഴിവിനെ നിസ്സാരമാക്കി കാണുകയാണ്. ഏതൊരു നമ്മുടെ എതിരാളികൾ, അത് ഭരണകാലത്ത് യുദ്ധങ്ങളിലായാലും ജനാധിപത്യ കാലത്ത് തിരഞ്ഞെടുപ്പുകളിലായാലും ശത്രുവിന്റെ ശക്തി മനസ്സിലാക്കണം. അവന്റെ ദൗർബല്യം മനസ്സിലാക്കുന്നതിലുപരി അവന്റെ ശക്തി മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. BJP കൃത്യമായിട്ടുള്ള കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. പന്ന പ്രമുഖ് എന്ന് പറഞ്ഞ പേജ് പ്രമുഖന്മാരെ നമുക്കറിയാം. ഓരോ വോട്ടർ പട്ടികയുടെ ഓരോ പേജിനും പന്ന പ്രമുഖ്, പേജ് പ്രമുഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആളുകളെ നിശ്ചയിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇലക്ഷൻ മെഷീനറി പ്രവർത്തിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് BJPയുടേത്. അതിനോട് പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും അതിനോട് അടുത്ത് നിൽക്കുന്ന പ്രവർത്തനമെങ്കിലും കാഴ്ചവെക്കാൻ കഴിയണം. ഇലക്ഷൻ ആവുമ്പോൾ മാത്രം വിജയിക്കുന്ന ഇല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിൽ മനോരമ എന്ന് പറയുന്ന ഒരു വാരികയും ഇല്ലെങ്കിൽ മാധ്യമ സ്ഥാപനം ഇല്ലെങ്കിൽ കോൺഗ്രസ് വട്ടപൂജ്യമായിരിക്കും. കോൺഗ്രസ് ഉണ്ടാവില്ല. കോൺഗ്രസിന്റെ പ്രവർത്തകരെ അവരുടെ നേതൃത്വം ചെയ്യേണ്ടതിന്റെ 75% പ്രവർത്തനങ്ങളും മനോരമ എന്ന് പറയുന്ന മാധ്യമമാണ് ചെയ്യാറ് കേരളത്തിൽ. അതുകൊണ്ട് അവരെ കേരളത്തിൽ പിടിച്ചു നിൽക്കുന്നു. അതുപോലെ എല്ലാ സ്ഥലത്തും ആവില്ല. കൃത്യമായിട്ട് ആ സംഘടനാ സംവിധാനം ഒരുക്കാതെ അതിന് സാധിക്കില്ല. ഒരു ജനാധിപത്യം പുഷ്ടിപ്പെടുന്നത് ഇല്ലെങ്കിൽ ശക്തമായി നിലനിൽക്കുന്നത് നല്ല പ്രതിപക്ഷം ഉണ്ടാവുമ്പോഴാണ്. ഇവിടെ പ്രതിപക്ഷത്തിന്റെ സ്ഥാനത്ത് ശൂന്യതയാണ് BJPക്ക്. ആ ശൂന്യത നികത്തുവാൻ കഴിയുന്നില്ല കോൺഗ്രസ്. ഇത് സ്വയം കൃതാനാർത്ഥമാണ്. കാരണം രാജേഷ് പൈലറ്റ് തുടങ്ങി മാധവറാവ് സിന്ധ്യ തുടങ്ങി ഒട്ടനവധി കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ദുരൂഹ മരണങ്ങള്, അതുപോലെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങി സച്ചിൻ പൈലറ്റ് തുടങ്ങി അങ്ങനെ ഒട്ടനവധി യുവ നേതാക്കളെ പതുക്കെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒതുക്കപ്പെടുന്നത് ഈ രാജകുമാരന്റെ കടന്നുവരവിന് വേണ്ടി ഒതുക്കപ്പെടുന്ന ചില ദയനീയതയുണ്ട്. ഈ ഒരു കുടുംബത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ആ കുടുംബത്തെ പുഷ്ടിപ്പെടുത്തുന്നത് മാത്രമാണ് കുടുംബമാണ് കോൺഗ്രസ് എന്ന് കരുതുന്ന ഈ കോൺഗ്രസിന്റെ രീതി മാറാതെ ഒരു ശക്തിമത്തായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവില്ല. അത് തന്നെയാണ് BJPയുടെ ശക്തിയും. കോൺഗ്രസ് BJPയുടെ ഓഫീസിന് മുമ്പിൽ രാഹുൽ ഗാന്ധി ഈ ഓഫീസിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കേണ്ട ഒരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അത്രത്തോളം പ്രതിപക്ഷ നേതൃനിരക്ക് ദോഷം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് പകരം നല്ലൊരു നേതാവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് കാലിബറുള്ള ഒരു നേതാവിനെ തിരഞ്ഞെടുത്താൽ ഒരുപക്ഷെ ഭാവിയിൽ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ശക്തിയായി തിരിച്ചു വരാൻ അവർക്ക് കഴിയും. അവർക്ക് കഴിയട്ടെ. ഈ ഇന്ത്യൻ ജനാധിപത്യം പുഷ്ടിപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.